ഹായ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ഡിന്നറായിട്ട് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത് നല്ല പരിപ്പ്, നമ്മുടെ സ്പിനാച്ച് ചീരയിട്ട പരിപ്പ് കറിയും ചപ്പാത്തിയുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഓറഞ്ച് കളറുള്ള പരിപ്പാണേ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ആ പരിപ്പിട്ട്. ഞാൻ സാമ്പാർ വെക്കാൻ പോലും ഞാൻ ഈ പരിപ്പാണ് കേട്ടോ എടുക്കുന്നത്. സാമ്പാർ പരിപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല. അതും പിന്നെ കുറച്ച് ചെറുപയറിൻ്റെ പരിപ്പും കൂടെ മിക്സ് ചെയ്തെടുക്കും. അപ്പം നല്ല മഞ്ഞയും ഓറഞ്ചുമായിട്ടുള്ള കളർ മിക്സ്. പക്ഷേ വേകുമ്പോൾ എല്ലാം മഞ്ഞ കളറിൽ തന്നെ ഇരിക്കും കേട്ടോ. നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പം അതിൻ്റെ ആ ഒരു കമർപ്പൊക്കെ മാറിയിട്ട് ഞാൻ അത് കഴുകി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ ഈ പരിപ്പ് ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ അവരൊക്കെ ഇങ്ങനെ സുലഭമായിട്ട് ഇങ്ങനെ വെച്ച് കഴിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന ആൾക്കാർ അങ്ങനെ റെയറായിട്ടായിരിക്കും ഈ പരിപ്പ് കറി ഇങ്ങനെ വെച്ച് കഴിക്കുന്നത്. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ, നല്ല ഹെൽത്തിയാണ്. ഇതിനകത്ത് ചീരയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ നമുക്ക് ഒത്തിരി നല്ല ഇതാണ്. അപ്പം ഞാനാണെങ്കിൽ പരിപ്പ് നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളമൊഴിച്ച് ഉപ്പിടണം കേട്ടോ. ഉപ്പ് അത്യാവശ്യത്തിന് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. അപ്പോൾ എൻ്റെ അയൽക്കൂട്ടനാണെങ്കിൽ അവൻ മീൻ ഒന്നും കഴിക്കത്തില്ല. അപ്പം അവന് ഈ പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് കറി ഉള്ള ദിവസം അവന് വലിയ താല്പര്യമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും ഇടയ്ക്ക് ഇങ്ങനെ പരിപ്പ് കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വെറൈറ്റി ആയിട്ട് സ്പിനാച്ച് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ സ്പിനാച്ച് ഞാൻ വാഷ്ഡ് സ്പിനാച്ചാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. വാഷ് ചെയ്യാത്തതും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് റെഡിയാണ്. നമ്മൾ പിന്നെ വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് കുടഞ്ഞ് ഇട്ട് നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ഇട്ടൊന്ന് ഇതാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി, കാരണം പരിപ്പിലെ വെള്ളം പറ്റിപ്പോയായിരുന്നു. അപ്പം ഞാൻ ഒത്തിരി വേഗാതെ എടുക്കേണ്ടവർക്ക് വെറുതെ ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം എനിക്ക് ഇച്ചിരി നല്ല സ്മൂത്തായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലപോലെ വേവിച്ചെടുത്തു. ചീരയും ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും എല്ലാം ഇട്ടൊന്ന് വഴട്ടി, കുറച്ച് 2-3 ഉണക്കമുളകും ഒക്കെ ഇട്ടൊന്ന് വഴട്ടി, അതിനുശേഷം അതിനാവശ്യത്തിന് ഉപ്പിടുക. വാടി കിട്ടാനുള്ള ഒരു ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒക്കെ ചേർത്ത് അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ചീര ഇട്ട് അതിൻ്റെ ആ ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ തന്നെ ചീര വേകും. അപ്പോൾ ഒത്തിരി ഇട്ട് അതിനെ ഇതാക്കേണ്ട കാര്യമില്ല. ഇടുമ്പം കുറേ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വാടി കിട്ടും. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ, ഞാൻ ചെയ്യുന്നത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വാടി ഇതായി വരുമ്പോൾ നമുക്ക് ആ പരിപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വാവേനെ നോക്കാൻ ഏൽപ്പിച്ചേക്കുന്ന അലിക്കൂട്ടനാണ് കേട്ടോ. അവനിടയ്ക്ക് അവനെയും കൊണ്ട് അടുക്കളയിൽ വരും, ജസ്റ്റ് നമ്മുടെ പണി കഴിഞ്ഞൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ഉറക്കാൻ നോക്കിയിട്ടൊന്നും ഉറങ്ങിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചാനാണ് ഡ്യൂട്ടിക്കും പോകേണ്ടതാണ്. അപ്പോൾ നൈറ്റ് അതിന് മുമ്പായിട്ട് ഫുഡ് റെഡിയാക്കണം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ചീര ഇതാക്കി എന്നിട്ട് കണ്ടോ പെട്ടെന്ന് തന്നെ വാടി കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് നമ്മുടെ പരിപ്പിട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. പെട്ടെന്ന് എളുപ്പമുള്ള ഒരു ഇതാണ്. നമുക്കിപ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്ത് കറി വെക്കും എന്നുള്ളത് നോക്കിയാൽ തന്നെ ഈ പരിപ്പ് മാത്രമായിട്ട് മതി. അതിനകത്തേക്ക് ഒരു 3-4 തക്കാളി, 2 തക്കാളി അരിഞ്ഞിട്ട് ഇതുപോലെ ചെയ്താലും നല്ലതാണ് കേട്ടോ. ചീരയ്ക്ക് പകരം ചീരയുടെ സ്ഥാനത്ത് തക്കാളി അരിഞ്ഞിട്ടൊന്ന് വഴറ്റി പരിപ്പ് അങ്ങോട്ട് തട്ടിയിട്ടാൽ നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഹെൽത്തിയുമാണ്, പിള്ളേർക്കും ഇഷ്ടപ്പെടും. ഒത്തിരി സ്പൈസി ഒന്നും അല്ലാത്തതുകൊണ്ട് പിള്ളേർക്കും ഇഷ്ടപ്പെടും. അപ്പം എൻ്റെ പരിപ്പ് ഇട്ട ചീരക്കറി ചീരയിട്ട പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളത് ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കുവാണ്. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ ഞങ്ങളെന്നാൽ പിന്നെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ബാക്കി ഇനിയിപ്പോൾ നാളത്തേനും നമുക്ക് ചോറിനൊക്കെ എടുക്കാമല്ലോ കറി. ഞാൻ ഇച്ചിരി അധികം ഉണ്ടാക്കിയതാണ്, അലിക്കൂട്ടിനും കൂടി ഇഷ്ടമുള്ളതും കൊണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം. ബൈ.